Hello all, welcome back to my YouTube channel. This is Anuja and you're watching Essence of Science. This is our second chapter, acids, bases and salt, and in this part of the video we'll be discussing what an acid is, a base is, and all other basic things which are necessary to be known. So let's get into the video. We are surrounded by a variety of things having different characteristics. അല്ലേ, നമ്മുടെ ചുറ്റും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു ഫുഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ട്. സം ആർ സോർ ഇൻ ടേസ്റ്റ്, സം അതേഴ്സ് ആർ ബിറ്റർ, വൈൽ അതേഴ്സ് ആർ സോൾട്ടി ആൻഡ് സോ ഓൺ. ഈ സോറും ബിറ്റർ ടേസ്റ്റൊക്കെ ഒരു ഫുഡിന് കിട്ടാൻ കാരണം ഇറ്റ് ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ് പ്രസൻറ്റ് ഇൻ ദം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നാരങ്ങ തിന്നുമ്പോൾ അതൊരു സോറിൻ ടേസ്റ്റാണ്. എന്താ കാരണം? അതിനകത്ത് സിട്രിക് ആസിഡ് ഇസ് പ്രസൻറ്റ്. സെയിം വേ വിനീഗറിനകത്ത് എത്തനോയിക് ആസിഡ്. ആൻഡ് വെൻ ആൻ ആൻഡ് സ്റ്റിങ് യു, ഒരു ഉറുമ്പ് നിങ്ങളെ കുത്തുമ്പോൾ നിങ്ങൾക്ക് നീറും അല്ലേ? അത് കുത്തുന്ന ആ ഫോഴ്സ് കാരണമുള്ള വേദനയല്ല, അവിടെ ഒരു ആസിഡ് റിലീസ് ചെയ്യുന്നുണ്ട്, ഫോമിക് ആസിഡ്. അപ്പോൾ ഇതൊക്കെ സോറിൻ ടേസ്റ്റാണ്. സെയിം വേ ബിറ്റർ ഇൻ ടേസ്റ്റ് ബേസ് ആയതുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ബേക്കിംഗ് സോഡ ബിറ്റർ ഇൻ ടേസ്റ്റാണ്, കാരണം അതിനകത്ത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഇസ് പ്രസൻറ്റ്. അപ്പോൾ ഇതൊക്കെ എഡിബിൾ ആയിട്ടുള്ള തിങ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സംഭവങ്ങളും ഇങ്ങനെ എഡിബിൾ ആണോ? അല്ല. അപ്പോൾ നമ്മൾ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതൊരു ആസിഡ് ആണോ ബേസ് ആണോ എന്ന്? യെസ്, അതാണ് ബൈ യൂസിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡാണ് വിച്ച് മീൻസ് ടു ഇൻഡിക്കേറ്റ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഗിവ്സ് എ വിസിബിൾ സൈൻ യൂഷ്വലി ബൈ എ കളർ ചേഞ്ച് ഓഫ് ദി പ്രസൻസ് ഓഫ് എൻ ആസിഡ് ഓർ എ ബേസ് ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ ആ സംഭവം ആസിഡ് ആണോ ബേസ് ആണോ എന്നാണ് നമ്മൾ ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ഇൻഡിക്കേറ്റേഴ്സ് ഏത് സോഴ്സ് എന്നാണ്, ഐ മീൻ എവിടെ നിന്നാണ് ഇതിനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, അക്കോർഡിംഗ്ലി നമുക്കതിനെ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ലിറ്റ്മസ്, ടേമറിക്, റെഡ് ക്യാബേജ്, ചൈന റോസ് ആൻഡ് സോ ഓൺ. ആൻഡ് സിന്തറ്റിക് ആയതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫിനോഫ്തലിൻ ആൻഡ് മീത്തൈൽ ഓറഞ്ച്. ഇപ്പം ഞാനിവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട് ഓരോ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോഴും എന്താണ് അതിൻ്റെ കളർ ചേഞ്ച് ഇൻ എ ന്യൂട്രൽ, അസിഡിക് ആൻഡ് എ ബേസിക് മീഡിയം. ഫോർ ബോത്ത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് 2 ബോക്സസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ അതിൻ്റെ പിക്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിനോഫ്തലിൻ ആൻഡ് മീത്തൈൽ ഓറഞ്ച് ഇസ് ഓൾസോ ഗിവൻ. വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഇസ് ഇൻ അസിഡിക് മീഡിയം, ബേസിക് മീഡിയം ആൻഡ് സോ ഓൺ. ഈ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വയ്ക്കാം, കാരണം ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇറ്റ് ക്യാൻ കം. ഐ മീൻ ലൈക്ക് എന്തായിരിക്കും ദി കളർ ഓഫ് മീത്തൈൽ ഓറഞ്ച് വെൻ ഇറ്റ്സ് ഇൻ എ ബേസിക് മീഡിയം? അപ്പോൾ അവിടെ യെല്ലോ. അങ്ങനെ ഈ കളേഴ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ഇറ്റ് വുഡ് ബി വെരി important. Now let's move on to the next topic, which is olfactory indicator. അപ്പോൾ എന്താണ് ഒരു olfactory indicator നമുക്ക് നോക്കി വെക്കാം. olfactory indicators എന്ന് പറയുമ്പോൾ സ്മെല്ല് യൂസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഈ ഒരു യെല്ലോ ടേബിൾ നല്ലപോലെ നോക്കി വെച്ചേക്ക്, യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ഇറ്റ്. സെയിം തന്നെ ന്യൂട്രൽ, ആസിഡിക്, ബേസിക് മീഡിയത്തിൽ സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇനീഷ്യലി നമ്മൾ എങ്ങനെ ടേസ്റ്റും ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്തിട്ട് ആസിഡ് ബേസിനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ഇപ്പോൾ ഇതാ സ്മെല്ല് യൂസ് ചെയ്തിട്ട് കുറച്ച് olfactory indicatorsൻ്റെ എക്സാമ്പിളാണ് അണിയൻ ജ്യൂസ്, വാനില എസൻസ് ആൻഡ് ക്ലോവ് ഓയിൽ. ഇനി നമുക്ക് എന്താണ് ഒരു ആസിഡ് ആൻഡ് ബേസ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിൻ്റെ അരീനിയസ് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദി ആർ സബ്സ്റ്റൻസസ് വിച്ച് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഗിവ് ഹൈഡ്രജൻ അയോൺസ് ഓർ ഹൈഡ്രോണിയം അയോൺ. അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എക്സാമ്പിൾ, HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു ഇൻറ്റു H+ ആൻഡ് Cl- അയോൺസ്. ആൻഡ് ഈ H+ അയോണിനെ വാട്ടറിൽ പിന്നെ മിക്സ് ചെയ്താൽ യു ഗെറ്റ് H3O+ വിച്ച് ഇസ് ഹൈഡ്രോണിയം അയോൺ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ആസിഡ്സും H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്രമാത്രം ഓർത്ത് വെച്ചാൽ മതി. എല്ലാ ആസിഡിനകത്തും H+ അയോൺസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എടുത്ത് നോക്കി നോക്കൂ, H2SO4, അതിനകത്തുണ്ട് H+ അയോൺ അല്ലേ? അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദിയർ സോഴ്സ്, their ability to dissociate and their concentration in water. അപ്പോൾ ഫസ്റ്റ്, ബേസ്ഡ് ഓൺ ദിയർ സോഴ്സ്, അക്കോർഡിംഗ്ലി നമുക്കതിനെ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ആസിഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, അവർ നാച്ചുറൽ ആയിട്ടുള്ള ലിവിങ് സോഴ്സ് എന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, നമ്മളതിന് ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നു. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് അസിറ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ഫോമിക് ആസിഡ് ആൻഡ് സോ ഓൺ. ഫോമിക് ആസിഡ് എവിടെ നിന്ന് കിട്ടുന്നത്? ഉറുമ്പുന്ന്. ആൻഡ് ഞാനത് ഇനീഷ്യലി ഫസ്റ്റ് പോർഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു in the beginning of it. And inorganic എന്ന് പറയുന്നത് they are obtained from the minerals of the earth. മിനറൽ ആസിഡ്സ് നമുക്ക് പറയാൻ പറ്റും. കുറച്ച് കോമൺ എക്സാമ്പിൾസ് ആണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ആൻഡ് സോ ഓൺ. ഇതൊക്കെ നമ്മൾ ഡെയിലി പറയുന്നതാണല്ലോ, ഇവരൊക്കെ മിനറൽ ആസിഡ്സ് ആണ്. ഇനി നമുക്കിതിൻ്റെ എബിലിറ്റി ടു ഡിസോസിയേറ്റ് നോക്കി വെക്കാം. ഇപ്പം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, ഇപ്പോൾ തന്നെ പറഞ്ഞ് നാക്കെടുത്തിട്ടുള്ളത്, അതായത് എല്ലാ ആസിഡ്സും H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് അല്ലേ? അപ്പം അത് അക്വസ് സൊല്യൂഷനിൽ അത് ഡിസോൾവ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് H+ അയോണിലോട്ടേക്ക് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനൊരു സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നത് പാർഷ്യലി ആണെങ്കിലോ നമ്മളതിനെ വീക്ക് ആസിഡ് എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. ബേസ്ഡ് ഓൺ ദിയർ ഡിസോസിയേഷനാണ് നമ്മളതിനെ വീക്കും സ്ട്രോങ് ആക്കുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ മിനറൽ ആസിഡ്സും
സ്ട്രോങ് ആസിഡാണ് എക്സെപ്റ്റ് കാർബോണിക് ആസിഡ്. ഇപ്പോൾ കുറച്ച് മിനറൽ ആസിഡ്സിന് എക്സാമ്പിൾസ് പറയൂ. ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ. HCl, H2SO4, നൈട്രിക് ആസിഡ് ആൻഡ് സോ ഓൺ. ആൻഡ് വീക്ക് ആസിഡ്സ് ഏതൊക്കെയാണ്? എല്ലാ ഓർഗാനിക് ആസിഡ്സും വീക്ക് ആസിഡാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കുന്നത്, വീക്ക് ആയതുകൊണ്ട്. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഇനി നമുക്ക് അവസാനത്തേതാണ് ബേസ്ഡ് ഓൺ ദിയർ കോൺസെൻട്രേഷൻ. അക്കോർഡിംഗ്ലി നമുക്കതിനെ കോൺസെൻട്രേറ്റഡ് ആസിഡ് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ആസിഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ലാബിലൊക്കെ കയറുമ്പോൾ എങ്ങാനും ഫോർ സം എക്സ്പെരിമെൻറ്റ്സ് എങ്ങാനും കയറുകയാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ദി ആസിഡ് ബോട്ടിൽസ്. അപ്പോൾ അതിൻ്റെ മീതെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് HCl അല്ലെങ്കിൽ ഡൈല്യൂട്ട് HCl എന്നൊക്കെ എഴുതിയത് കാണാൻ പറ്റും. കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ HCl കണ്ടൻറ്റ് വുഡ് ബി വെരി ഹൈ ഇൻ ഇറ്റ്. ഇപ്പോൾ 100% ആണെങ്കിൽ 100% അതിനകത്ത് HCl ആയിരിക്കും. പക്ഷേ ഡൈല്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ആസിഡ് കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ 100% ആണെങ്കിൽ അതിനകത്ത് 50% വാട്ടറും 50% മാത്രമായിരിക്കും ആസിഡ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എളുപ്പം പറഞ്ഞതാണ്. ഡെഫിനിഷനായിട്ട് നമുക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ മാക്സിമം amount of the acid dissolved in very less amount of water. അതായത് ആസിഡ് ആയിരിക്കും കോൺസെൻട്രേറ്റഡ്ലി കൂടുതലുണ്ടാവുക, വെള്ളം കുറവായിരിക്കും ഉണ്ടാവുക. ഡൈല്യൂട്ടഡ്ലി നേരെ തിരിച്ച്. നിങ്ങൾക്കത് അറിയാവുന്ന സംഭവം തന്നെയായിരിക്കും. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈല്യൂഷൻ ഇസ് എൻ എക്സോതെർമിക് പ്രോസസ്. ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആസിഡ് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബേസിനെ കുറിച്ചിട്ട് നോക്കി വെക്കാം. ഇതിനകത്തും അരീനിയസ് ഡെഫിനിഷൻ ഉണ്ട്. എന്താണത്? ഇറ്റ് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഗിവ് ഹൈഡ്രോക്സൈഡ് അയോൺ. അപ്പോൾ അവിടെ അത് H+ ആയിരുന്നു, ഇവിടെ ഇത് OH- ആണ്. അപ്പോൾ ഒരു കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ ഓഫ് ബേസ് ആണ് NaOH എന്ന് പറയുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുന്നത് ഇൻറ്റു Na+ ആൻഡ് OH- അയോൺ ആണ്. കണ്ടില്ലേ OH- അയോൺ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതൊരു ബേസ് ആണെന്നുള്ള കാര്യം. പക്ഷേ എല്ലാ ബേസും വാട്ടറിൽ സോളിബിൾ അല്ല. സോളിബിൾ ആയതും നോൺ സോളിബിൾ ആയിട്ടുള്ളതുമുണ്ട്. സോളിബിൾ ആയതിൻ്റെ എക്സാമ്പിൾസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. KOH ആൻഡ് NaOH. കണ്ടോ, KOHനകത്ത് K+ ആൻഡ് OH- ഹൈഡ്രോക്സിൽ അയോൺ ഉണ്ട്. നോൺ സോളിബിളിൻ്റെ എക്സാമ്പിളാണ് FeOH thrice ആൻഡ് CuOH twice. ആൻഡ് ഈ സോളിബിൾ ആയിട്ടുള്ള ബേസസിന് നമുക്ക് ആൽക്കലൈ എന്ന് പറയാൻ പറ്റും. ആൻഡ് അഗെയിൻ ഓവർ ഹിയർ ഓൾസോ സ്ട്രോങ് ആൻഡ് വീക്ക് ബേസ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആൻഡ് ഇതും സ്ട്രോങ് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഡിസോസിയേഷൻ എബിലിറ്റി. അവിടെ H+, ഇവിടെ OH-, അതാണ് ഓൺലി ഡിഫറൻസ്. ദാറ്റ്സ് ഇറ്റ്. വി ഹാവ് കം ടു ആൻ എൻഡ്. ആൻഡ് ഇവിടെ ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ഒക്കെ നല്ലപോലെ വായിക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക ഫോർ ലേറ്റർ യൂസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആകാം, നിങ്ങൾക്ക് എക്സാംസിന് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യൻ ഉണ്ട്. Please go through it also. That's it. So see you in my next video. That's it. Wait for the second part. Thank you.